പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 1000 നിലക്കണ്ണാടികൾ പതിച്ച ഒരു വീട്ടിലെത്തിയ ആഹ്ലാദചിത്തനായ ഒരു പട്ടിക്കുട്ടി. നോക്കുന്നിടത്തെല്ലാം കാണുന്നത് സന്തുഷ്ടമായ മുഖങ്ങൾ. രസകരമായ വാലാട്ടി കാലുയർത്തി കോണിപ്പണികളിലൂടെ ചാടി തുള്ളുന്നു. സന്തോഷം വഴിഞ്ഞൊഴുകുന്ന 1000 മുഖങ്ങൾ അവനവിടെ കണ്ടു. എത്ര മനോഹരമായ സ്ഥലം! ഇനിയും ഇടയ്ക്കിടെ ഇവിടെ വരണമെന്ന് ആഗ്രഹത്തോടെയാണ് അവൻ മടങ്ങിയത്. ഈ കാഴ്ച കെട്ട് ദുഃഖിതനും നിരാശനുമായ മറ്റൊരു പട്ടി ഈ വീട്ടിൽ കയറി ചുറ്റിക്കറങ്ങി. അവൻ കണ്ടതെല്ലാം ഇച്ഛാഭംഗവും നൈരാശ്യവും കുണ്ഠിതവും ആയി മാത്രം. ഒരു പ്രതീക്ഷയും വക നൽകാതെ തളർന്ന 1000 മുഖങ്ങൾ. എത്ര മോശമായ ദുഃഖമുഖങ്ങളാണ് ഇതെന്ന് ശപിച്ചു കണ്ടവൻ മടങ്ങി. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ ഓർക്കുമ്പോൾ തെളിഞ്ഞു വരേണ്ടത് പ്രസന്നമായ മുഖത്തോടെ ചെറുപുഞ്ചിരിയോടെയുള്ള ഒരു മുഖമാവണമെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മെ കണ്ടുമുട്ടുന്നതും ഇതേ പ്രകൃതിയിലായിരിക്കണം. കൊടുക്കുന്നതോ തിരിച്ചു ലഭിക്കുകയുള്ളൂ. ഓരോ ദിവസവും നിങ്ങൾക്ക് സമർപ്പിക്കുന്ന സന്തോഷകരമായ കാര്യങ്ങളെപ്പറ്റി ആകാംക്ഷപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ടാണോ എല്ലാ പ്രഭാതത്തിലും നിങ്ങൾ ഉണരുന്നത്? അതോ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയെപ്പോലെ മനസ്സില്ലാ മനസ്സോടെ കിടക്കയിൽ നിന്ന് വലിഞ്ഞെഴുന്നേൽക്കുകയാണോ ചെയ്യുക? ജീവിതമെന്നത് നിങ്ങൾ നിർമ്മിക്കുന്നതാണ്. ശുഭപ്രതീക്ഷയോടെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങളും പ്രാർത്ഥനയും കഴിഞ്ഞ് മടുശീലം മാറ്റി ചെയ്യേണ്ട പ്രവൃത്തികളിലേക്ക് തിരിയുമ്പോൾ ആനന്ദകരമുണ്ടാവും. ജോലിയിൽ വിരസത അനുഭവപ്പെടുന്നുവെങ്കിൽ പരിഭവം വേണ്ട. ചെയ്യുന്ന ജോലി മെച്ചപ്പെടുത്തി ചെയ്യുക. നിങ്ങളൊരു ഓഫീസിൽ ടൈപ്പിസ്റ്റാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ഏറ്റവും നല്ല ടൈപ്പിസ്റ്റായി തീരുമെന്ന് പ്രതിജ്ഞയെടുക്കുക. നിങ്ങളൊരു അധ്യാപകനോ തുന്നൽക്കാരനോ പാചകക്കാരനോ ആരുമാകട്ടെ, നിങ്ങളുടെ എല്ലാ കഴിവുകളും ആ രംഗത്ത് വിനിയോഗിക്കുക. ശമ്പളത്തിൻ്റെയോ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുടെയോ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജോലിയെ വിലയിരുത്തരുത്. ഒരു തൊഴിൽ നന്നായി നിർവഹിച്ച് ആനന്ദം കണ്ടെത്തുക. ഏതെങ്കിലും ഒരു വിജയം നേടിയാൽ പിന്നെ വിശ്രമിക്കാമെന്ന് വിചാരിക്കരുത്. അത് നാശത്തിലേക്കുള്ള വഴിയാണ്. ഒരു നേട്ടം അടുത്തതിൻ്റെ ആരംഭമാണ്. ഓരോ മനുഷ്യരിലും കുടികൊള്ളുന്ന ശക്തി എന്താണെന്നും തനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നും ആ വ്യക്തിക്ക് മാത്രമേ അറിയുകയുള്ളൂ. താൻ ആ വഴിക്ക് പരിശ്രമിക്കുന്നത് വരെ അയാൾക്ക് പോലും അതറിയില്ല. ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ശരീരത്തെ ആ രൂപത്തിൽ നിർവഹിക്കുക. അതുകൊണ്ടുള്ള പ്രയോജനം വീണ്ടും അതാവർത്തിക്കേണ്ടി വരികയില്ലെന്നതാണ്. ഗോവണിയിലൂടെ ഉയരങ്ങളിലേക്ക് പോകുന്തോറും തിക്കും തിരക്കും കുറവായിരിക്കും. കാരണം മിക്ക ആളുകളും മറ്റുള്ളവർ ചെയ്തുകൊണ്ട് തങ്ങൾ നിലനിൽക്കുന്ന സ്ഥലത്തു തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരായിരിക്കുന്നുവോ അതുതന്നെയായിരിക്കും എന്നതാണ് പ്രാധാന്യം. അനുകരണം ഒഴിവാക്കുക. എത്ര കാലം അനുകരണം സാധിക്കും? നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം അവരെ ഇഷ്ടപ്പെടുക. ഇതിന് നിങ്ങളുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും മറ്റുള്ളവരുടെ വികാരങ്ങൾ സ്വന്തം ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുകയും വേണം. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നു കാര്യങ്ങൾ നോക്കിക്കാണാൻ ശ്രമിക്കുക. അപ്പോൾ അവരെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ എത്ര കഠിനമായി ശ്രമിച്ചാലും നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ചിലരുണ്ടാകും. ഇത്തരം സ്ഥിതിവിശേഷം ആരാണ് നേരിട്ടിട്ടില്ലാത്തത്? എങ്കിലും മറ്റൊരാളുടെ അഭിപ്രായ ഗതി മാറ്റാൻ എന്നെങ്കിലും കഴിഞ്ഞേക്കും എന്ന ശുഭാപ്തി വിശ്വാസം കൈവടിയാതിരിക്കുക.